ഈ തുറമുഖം ലിസ്റ്റിൻ തുറമുഖം ഒത്തിരി റിസ്ക് എടുത്താണ് ലിസ്റ്റിൻ വാങ്ങുന്നത്. തുറമുഖ സിനിമ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും തുറമുഖം ഒത്തിരി റിസ്ക് ആയിരുന്നു ലിസ്റ്റിന്റെ കൈകളിൽ എത്തുമ്പോൾ. അത് വലിയ ബാധ്യതകൾ നിന്നിട്ട് ലിസ്റ്റിന് ഏറ്റെടുക്കുമ്പോൾ പോലും റിലീസിന്റെ തലേത് വരെ അവരുമായിട്ട് കൊമ്പ് കോർക്കുന്ന നിലയിലേക്ക് ഫോൺ കോളുകളിൽ എത്തേണ്ട വന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത്തരം റിസ്ക് ഉള്ള സിനിമ എടുത്തത് എന്തിനാണ്? അത്തരം റിസ്ക് ഉള്ള സിനിമ ലിസ്റ്റിന് എന്തിനാണ് എടുത്തത്? അത് തിയേറ്ററിൽ അത്ര വർക്കൗട്ട് ആവുകയും ചെയ്തില്ല ആ സിനിമ. എന്തിനാണ് അത്തരം റിസ്ക് ഏറ്റെടുത്തത്? അതല്ല അത് ഒരുപാട് പേര് കഷ്ടപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഒരുപാട് തവണ പല ആൾക്കാർ ആ സിനിമ ഇറക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ വരാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയോ അത് നടക്കാതെ പോവുകയും ചെയ്തു. പലപ്പോഴും നടക്കും, ചർച്ചകൾ നടക്കും, ഫ്ലോപ്പ് ആവും, ചർച്ചകൾ നടക്കും, ഫ്ലോപ്പ് ആവും. അപ്പോൾ ഇതെല്ലാം അപ്പം എനിക്കൊരു ത്രില്ല് മനസ്സിലായോ. പിന്നെ ഞാൻ നിവിനുമായിട്ട് ഈവൻ പടം ചെയ്യേണ്ട ഒരു കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഇടയ്ക്കാണ് ഈ കാര്യം ഒരു ഡിസ്കഷനിലായിട്ട് ഈ പീൻ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ത്രില്ല് ഈ സിനിമ ഒന്ന് അപ്പൊ ഓക്കെ പലര് നോക്കിയിട്ടിട്ട് നടക്കാത്തൊരു കാര്യമാണല്ലോ, അപ്പൊ നമ്മളൊന്ന് ട്രൈ ചെയ്യാം അതിനു വേണ്ടിയിട്ട്. അപ്പം ഞാൻ എല്ലാവരുമായിട്ട് സംസാരിച്ചു, എല്ലാവരെയും കൺവിൻസ് ചെയ്തു. അപ്പോൾ ഇതുമായിട്ട് നിന്നവർക്കൊക്കെ ഒത്തിരി ലോസ് ഉണ്ട് കേട്ടോ. ആ ലോസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരത് നഷ്ടം സഹിക്കാനായിട്ട് തയ്യാറായത് കൊണ്ടിട്ടാണ്. അപ്പം ആ തയ്യാറായത് ഞാനത് അവരെ കൺവിൻസ് ചെയ്തപ്പോഴാണ് അവർ അതിൻ്റെ അകത്ത് റെഡിയായത്. അപ്പോൾ അങ്ങനെ ആണ് ആ പടം ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായത്. ലിസ്റ്റിന് അതിനകത്ത് എത്ര പണം പോയിട്ടുണ്ടാവും ആ പടത്തിൽ? അല്ല അങ്ങനെയല്ല, എനിക്ക് കുറച്ച് പൈസ ഇവന് പോയിട്ടുണ്ടാവും. പക്ഷെ എന്താന്ന് വെച്ചാൽ അതിന്റെ കൂടെ നിന്ന ഒരുപാട് ആളുകൾക്ക് കുറച്ച് പൈസ, അതായത് ഇൻവെസ്റ്റ് ചെയ്ത പൈസകളിൽ കുറച്ച് ഇവൻ പോയിട്ടുണ്ട്. ആർക്കും അതിലൊരു ലാഭം ഉണ്ടായില്ല അല്ലെ? എല്ലാവർക്കും കുറച്ച് ലോസ് ആണ്. കൈകോർത്ത എല്ലാവർക്കും. അതെ അല്ലെ? നിവിനും അതിനകത്തൊരു പാർട്ട്ണർ ആയിരുന്നല്ലോ. നിവിന് എല്ലാവർക്കും അതിന്റെ അകത്ത് പൈസ പോയിട്ടുണ്ട്. ഇപ്പൊ നിവിൻ ആദ്യം പറഞ്ഞ ശമ്പളം നിവിന് കിട്ടിയിട്ടില്ല, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ. ഒത്തിരി റിസ്ക് എടുത്ത സിനിമ ആയതുകൊണ്ട് സിനിമയോടുള്ള ഇഷ്ടവും മറ്റുള്ളവരുടെ ആകാംക്ഷയും, ഇതൊന്ന് പുറത്ത് കാണണമെന്നുള്ള അതിലുള്ളവരുടെ ആകാംക്ഷയുമാണ് ലിസ്റ്റ് നിറവേറ്റി കൊടുത്തത്. സിനിമയോടുള്ള ഇഷ്ടം. അതെ അല്ലേ? ഞാൻ പറഞ്ഞു ഈ സിനിമ ആ പറഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ ബിസിനസ്സും പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിലല്ല കേട്ടോ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അതിന്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്, അവരുടെ എല്ലാം പൈസകൾ ഈവൻ പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ അതെ. ചൗധരി സാർ ആയിട്ടുള്ള ആത്മബന്ധം ഭയങ്കരമാണ് അല്ലേ? മോൻ്റെ ബർത്ത്ഡേക്ക് വില വന്നു. ചൗധരി സാർ എന്ന് വെച്ചാൽ മലയാള സിനിമയ്ക്കപ്പുറം ഇന്ത്യൻ സിനിമ കാണുന്ന ഒരു മഹൾ വ്യക്തിയാണ്. ചെന്നൈ സിനിമയ്ക്കൊക്കെ ഫിനാൻസ് ചെയ്യുന്ന ഒരു വ്യക്തി, നല്ല മനുഷ്യൻ, നല്ല ഉടമ. അദ്ദേഹമായിട്ടുള്ള ഒരു ആത്മബന്ധം എങ്ങനെയാണ്? അല്ല അങ്ങനെയല്ല. ചൗധരി സാറ് ഞാൻ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ മൂലമാണ് പുള്ളിയിലെ എനിക്ക് പരിചയം. പക്ഷെ അന്നൊക്കെ ജസ്റ്റ് പരിചയം മാത്രമേ ഉള്ളൂ. കാണുമ്പോൾ ജസ്റ്റ് മിണ്ടും ഹായ് പറയും എന്നുള്ള ഒരു കാര്യത്തിൽ അപ്പുറം ഒന്നുമില്ല. പിന്നീട് ഞാൻ എൻ്റെ ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന സിനിമ ആയിട്ട് പോയപ്പോൾ സാറുമായിട്ട് കൂടുതൽ അടുത്തു. അന്ന് പോലാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ്, ഒരു സൗഹൃദം കുറച്ചുകൂടെ മെച്ചപ്പെട്ടായിട്ട് ഈവൻ വരുന്നത്. പക്ഷേ ഈ ആഫ്റ്റർ ഓൾ അതിനെല്ലാം ശേഷം എന്ന് പറയുന്നത് ഞാനും സാറും എന്ന് പറയുന്നത് ഒരു വളരെ അടുത്തില്ലാതെ ചൗധരി സാറിലേക്ക് മലയാള സിനിമ ആർക്ക് എത്താൻ പറ്റില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. പൊതുവെ അങ്ങനെയില്ല, അങ്ങനെയാണ് ഇപ്പൊ പറയുന്നത്. അത് പറഞ്ഞോട്ടെ, പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷെ ഞാൻ സാറുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. ഇപ്പം എന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസമുള്ള ഒരാളാണ്. ഇപ്പം പൂർണ്ണമായിട്ട് വിശ്വാസം ഇല്ലേ പോലും എന്നെ 99% വിശ്വാസമാണ്. അങ്ങനത്തെ ഒരു കാരണം ഞാൻ സാറുമായിട്ടുള്ള ഇത്ര വർഷത്തെയുള്ള ഒരു ഇടപാടുകളായിക്കോട്ടെ, സംസാരമായിക്കോട്ടെ, പ്രവൃത്തി ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിലെല്ലാം സാറ് പൂർണ്ണമായിട്ട് സന്തോഷവാനാണ് സാറ്. അപ്പോൾ എൻ്റെ പ്രവൃത്തി ആയിക്കോട്ടെ, സംസാരമായിക്കോട്ടെ, ഞാനായിട്ടുള്ള എന്ത് ഇടപാടുകളും ആയിക്കോട്ടെ, എല്ലാം പുള്ളി പൂർണ്ണ ഹാപ്പി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നടൻ വിജയനെ വെച്ച് ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിച്ച പ്രൊഡ്യൂസറാണ്. ഏറ്റവും വലിയ പ്രൊഡ്യൂസറാണ്. വിജയനെ വെച്ച് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിരിക്കുന്ന ആളാണല്ലോ അദ്ദേഹം. മലയാള സിനിമയ്ക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കമ്പനി ലോഞ്ച് ചെയ്ത് ഇവിടെ സിനിമ നടക്കുവാണല്ലോ, സിനിമ ഷൂട്ട് നടക്കുന്നത്. മലയാളികളായ പ്രൊഡ്യൂസർമാർക്ക് ഒത്തിരി നാളത്തെ സഹായം നൽകിയ വ്യക്തിയാണല്ലോ. ഇൻട്രസ്റ്റിനാണ് നൽകുന്നത്, അതെല്ലാം ഒന്നും പറയുന്നില്ല. അവിടെയൊക്കെ പുള്ളി പറ്റിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് വല്ല കഥയും പറഞ്ഞിട്ടുണ്ടോ? അല്ല അങ്ങനെയല്ല. ഇപ്പൊ 10 പേരെ ഹെൽപ്പ് ചെയ്യുമ്പം ഓഫ് കോഴ്സ് അതിൽ നിന്ന് ഒരു 2 പേര് 3 പേര് ഓക്കെ ചില പറ്റിക്കപ്പെടലുകൾ സാധാരണ പറഞ്ഞു മനസ്സിലായി. അപ്പൊ പുള്ളി അദ്ദേഹവും പൂർണ്ണമായിട്ട് സിനിമയിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ്. സിനിമേനെ അത്ര ഇഷ്ടമാണ്. അതുകൊണ്ടിട്ട് വേറെ ഒരു തിങ്കിങ് ആൾക്കില്ല. പുള്ളി 40 എനിക്ക് തോന്നുന്നത് പുള്ളി 10-50 വർഷത്തോളം ആയിട്ട് സിനിമയിൽ മാത്രമായിട്ട് നിൽക്കുവാണ്.
നിയർ ബൈ 50 years ഓളായി. സിനിമ മാത്രമാണ് പുള്ളി. രാവിലെ മുതൽ സിനിമ മാത്രമാണ് സംസാരിക്കുന്നത്, വൈകിട്ട് വരെയും പുള്ളി സിനിമ മാത്രമാണ് സംസാരിക്കുന്നത്. അത്രയും പാഷനായിട്ടുള്ള ഒരാളാണ്. പറ്റിക്കപ്പെട്ട കഥ പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ. നമ്മളെല്ലാം നമുക്കിത് എന്താ പറയുക, നമുക്ക് കഥകൾ കേൾക്കാനായിട്ട് സിനിമയായിട്ടുള്ള ബന്ധപ്പെട്ട കഥകളാണല്ലോ. അപ്പൊ നമുക്ക് സിനിമാ കഥകൾ തന്നെയാണല്ലോ. അല്ല, എന്നെ എപ്പോഴും അഡ്വൈസ് ചെയ്യും ലിസ്റ്റിൻ, ഇതൊരു കഥ സ്റ്റോറി നെവർ എൻഡ്സ് ആണ്. അതായത് നമ്മൾ പെട്ടെന്ന് പോയി എല്ലാം കൂടെ പിടിച്ചെടുക്കാന്ന് ഓർത്തിട്ട് ഇതിന്റെ പുറകെ വേണ്ടിയിട്ട് നിൽക്കരുത്. അതായത് വളരെ സൂക്ഷിച്ചും കണ്ടു ഇത് ചെയ്യണം. കഥ ഒരിക്കലും അവസാനിക്കില്ല. നമ്മുടെ പൈസ ഉണ്ടായാൽ മാത്രം മതി. കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിട്ടേ ഇരിക്കും. കഥകൾ എപ്പോൾ വേണേലും, കഥകൾ ഇപ്പം തീരും, ഇനി തിരക്കഥ കിട്ടത്തില്ല എന്ന് ഓർത്തിട്ട് നമ്മൾ ഒരു വെപ്രാളം കാട്ടരുതെന്ന് സാർ എപ്പോഴും ഈവൻ പറയും. കാരണം പൈസ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് നല്ല സിനിമകൾ വരുമ്പോൾ നമുക്ക് എടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഈവൻ കാണണം. അപ്പോൾ തന്നെ നമ്മൾ തീർത്തിട്ട് ഇരിക്കരുത്. അപ്പോൾ ആ പ്രോജക്റ്റ് മറ്റു പലർക്കുമായിട്ട് പോകേണ്ടി വരും. വേണേൽ ചിലപ്പോൾ പലരെയും പാർട്ട്ണർഷിപ്പായിട്ട് കൂട്ടി അവസാനം വരുമ്പോൾ നിനക്ക് ഒന്നും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് കാമായിട്ടിരിക്കുക, വെയിറ്റ് ചെയ്യുക. നല്ല ഉപദേശവും തരും അല്ലേ? തീർച്ചയായിട്ടും. ഈസ് എ ഗുഡ് പേഴ്സൺ. അതെ, എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു ദിവസം പരിചയപ്പെടുള്ളൂ, ഒരു ദിവസം പരിചയപ്പെട്ടു. എന്നെ അറിയാവുന്ന കൂടെ പറയുമ്പോൾ എനിക്ക് അതിനകത്തൊരു അഭിമാനം. അന്ന് മൊത്തത്തിൽ മലയാള സിനിമ ചൗധരി സാറിന്റെ അടുത്തെങ്കിൽ ലിസ്റ്റും വഴി എത്താൻ പറ്റുള്ളൂ. പൊതുവെ ഒരു സംസാരമാണ് ഉണ്ടായിരിക്കുന്നത്.